Hello dears, welcome to UNB Learning. Here we are going to start a new unit titled Seeds and Deeds. ഇത് യൂണിറ്റ് 3 ആണ്. സീഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വിത്തുകൾ, ഡീഡ്സ് എന്ന് പറഞ്ഞാലോ പ്രവർത്തികൾ എന്നാണ് അർത്ഥം. ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കൂട്ടുകാരെ. അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. നമുക്ക് ആരംഭിക്കാം. സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്നുള്ളതാണ് ആദ്യ ഭാഗം. ബിഗിനിങ്ങിൽ തന്നിരിക്കുന്ന ഈ സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്. എന്താണ് കൂട്ടുകാരെ സ്മാർട്ട് വർക്ക്, എന്താണ് ഹാർഡ് വർക്ക്? സക്സസ്ഫുൾ ലൈഫിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം അല്ലേ? നമ്മളെല്ലാവരും കഠിനാധ്വാനികളാവണം. ഇനി ഹാർഡ് വർക്കിൽ നിന്നും എന്തോ സംതിങ് ഡിഫറെൻ്റ് ആണ് സ്മാർട്ട് വർക്ക്. അതെന്താണെന്ന് നമുക്ക് നോക്കിക്കളയാം. ഇവിടെ വൺസ് ടു മെൻ ഹാഡ് എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് വിത്ത് ഈച്ച് അതർ. ഒരു ദിവസം രണ്ടു പേര് തമ്മിൽ ഭയങ്കരമായ തർക്കത്തിലേർപ്പെട്ടു. ഹൂ കുഡ് കട്ട് മോർ ഫയർവുഡ് ഫ്രം മോർണിംഗ് ടിൽ 4 in the afternoon. ആർക്കാണ് ഏറ്റവും കൂടുതൽ വിറകുണ്ടാക്കാൻ പറ്റുക? രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഫയർവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് കട്ട് ചെയ്യാം. ദേ ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. അവർ തീരുമാനിച്ചു ആരാണെന്ന് കണ്ടെത്താൻ. ദ നെക്സ്റ്റ് മോർണിംഗ് ദ 2 men started their work. അടുത്ത ദിവസം രണ്ടുപേരും തങ്ങളുടെ ജോലി ആരംഭിച്ചു. അറ്റ് ഫസ്റ്റ് ദേ വർക്ക്ഡ് അറ്റ് ദ സെയിം സ്പീഡ്. ആദ്യം രണ്ടുപേരും ഒരേ വേഗതയിൽ തന്നെയാണ് ചെയ്തത്. ബട്ട് ഇൻ ആൻ അവർ വൺ ഓഫ് ദം ഫൗണ്ട് ദാറ്റ് ദി അതർ ഹാഡ് സ്റ്റോപ്പ്ഡ് കട്ടിങ്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ പരിപാടി നിർത്തി എന്ന് മനസ്സിലാക്കി, കട്ട് ചെയ്യുന്നത് നിർത്തി. റിയലൈസിങ് ദാറ്റ് ദിസ് വാസ് ഹിസ് ചാൻസ് ദ ഫസ്റ്റ് മാൻ സ്റ്റാർട്ടഡ് ടു കട്ട് വുഡ് വിത്ത് ഡബിൾ എഫേർട്ട്. അപ്പോൾ ആദ്യത്തെ ആൾ ഇതാണ് നല്ല ചാൻസ് അവനെ വെട്ടിക്കാനുള്ളതെന്ന് തീരുമാനിച്ചിട്ട് കുറച്ചും കൂടിയും സ്പീഡിൽ വിറക് വെട്ടാൻ തുടങ്ങി. 10 minutes passed. 10 മിനിറ്റ് കടന്നുപോയി. ആൻഡ് ഹി ഹേർഡ് ദ സെക്കൻഡ് മാൻ വർക്കിംഗ് അഗെയിൻ. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ആൾ പണി തുടങ്ങിയതായിട്ട് ആദ്യത്തെ ആൾ മനസ്സിലാക്കി. കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് നേരം ഇടവേള വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ആൾ 10 മിനിറ്റിന് ശേഷം വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്ന് ആദ്യത്തെ ആൾക്ക് മനസ്സിലായി. ദേ വർ വർക്കിംഗ് ഓൾമോസ്റ്റ് സിങ്ക്രണൈസ്ലി. അപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ ദ ഫസ്റ്റ് മാൻ ഫൗണ്ട് ദാറ്റ് ഹിസ് ഓപ്പണൻറ്റ് ഹാഡ് സ്റ്റോപ്പ്ഡ് അഗെയിൻ. പിന്നെയും ആദ്യത്തെ ആൾ മനസ്സിലാക്കി, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ ദേ നിർത്തിയിരിക്കുന്നു. ആൾ റെസ്റ്റ് എടുക്കായിരിക്കും അല്ലേ? ദ ഫസ്റ്റ് മാൻ സ്റ്റാർട്ടഡ് ടു വർക്ക്. പക്ഷേ ആദ്യത്തെ ആൾ നിർത്തിയില്ല. ആൾ കഠിനാധ്വാനിയാണ്, ഹാർഡ് വർക്ക്, വർക്കിംഗ് ഹാർഡ്ലി. വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തു. സെൻസിങ് ദ സ്മെൽ ഓഫ് വിക്ടറി. അപ്പോൾ ആൾ മനസ്സിലാക്കുകയാണ് ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, കാരണം ഞാൻ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുന്നിട്ടില്ല. ദിസ് ലാസ്റ്റഡ് ഓൾ ഡേ ലോങ്. ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. രണ്ടാമത്തെ ആൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നാമത്തെ ആൾ വീണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട്. എവ്രി അവർ വൺ ഓഫ് ദം സ്റ്റോപ്പ്ഡ് ഫോർ 10 minutes ആൻഡ് ദി അതർ കണ്ടിന്യൂ ടു വർക്ക്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഓരോ മണിക്കൂറിലും കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു, പണി നിർത്തി. പക്ഷേ ആദ്യത്തെ ആളോ കണ്ടിന്യൂ ചെയ്തു. വെൻ ദ ടൈം എക്സ്പയർഡ് ദ ഫസ്റ്റ് മാൻ ഹൂ വർക്ക്ഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് വാസ് അബ്സല്യൂട്ട്ലി ഷുവർ ദാറ്റ് ഹി വുഡ് വിൻ ദ പ്രൈസ്. അപ്പോൾ സമയം കഴിഞ്ഞു, 4 മണിയായപ്പോഴത്തേക്കും ആദ്യത്തെ ആൾക്ക് ഉറപ്പായിരുന്നു ഞാൻ തന്നെയാണ് വിന്നർ, കാരണം ഒരു സെക്കൻഡ് പോലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഹി വാസ് സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് ഹി വാസ് മിസ്റ്റേക്കൺ. പക്ഷേ ലേറ്റർ ഹി കംസ് ടു നോ ദാറ്റ് ഹീ വാസ് റോങ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അല്ല, വിറക് കൂടുതൽ വെട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ആളാണ്. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിച്ചു? ഹി ആസ്ക്ഡ് ഹിസ് പാർട്ട്ണർ. അങ്ങനെ ആളുടെ സംശയം പുറത്തെടുത്ത് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിച്ചു? എവ്രി അവർ ഐ ഫൗണ്ട് ദാറ്റ് യു സ്റ്റോപ്പ്ഡ് വർക്ക് ഫോർ 10 minutes. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഞാൻ കണ്ടായിരുന്നു നീ 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്, പണി നിർത്തുന്നത് ഞാൻ കണ്ടിരുന്നു. ഹൗ കുഡ് യു കട്ട് മോർ ഫയർവുഡ് ദാൻ മീ? എന്നിട്ടും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റി? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത് അസാധ്യമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ഇൻ ഫാക്ട് ആൻസേർഡ് ദ സെക്കൻഡ് മാൻ. പക്ഷെ രണ്ടാമത്തെ ആൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഇല്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിനക്ക് ഊഹിക്കാം. എവ്രി അവർ ഐ സ്റ്റോപ്പ് ദ വർക്ക് ഫോർ 10 minutes. ഓരോ മണിക്കൂറും കഴിയുമ്പോൾ 10 മിനിറ്റ് ഞാൻ പണി നിർത്തി വെച്ചിരുന്നു.
ആൻഡ് വെൻ യു വർ കട്ടിങ്, പക്ഷെ നീ കട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഷാർപ്പനിങ് മൈ ആക്സ്, ഞാൻ എൻ്റെ കോടാലി മൂർച്ച കൂട്ടുകയായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. ദ സെക്കൻഡ് പേഴ്സൺ ഡിഡ് ദ സ്മാർട്ട് വർക്ക്, ദ ഫസ്റ്റ് പേഴ്സൺ ഡിഡ് ദ ഹാർഡ് വർക്ക്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ വി ഹാവ് ടു യൂസ് അവർ ബ്രെയിൻ ഓൾസോ, അല്ലേ, യൂസ് അവർ ബ്രെയിൻ. എങ്കിൽ മാത്രമേ ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്കാക്കി മാറ്റി ഹാർഡ് വർക്കിനെ മറികടക്കാനായിട്ട് വിന്നർ ആവാനായിട്ട് നമുക്ക് സാധിക്കുക എന്നാണ് ഈ ആദ്യ ഭാഗത്ത് നമുക്ക് നൽകുന്ന മെസ്സേജ്. Here there are 3 questions. What is this anecdote about? Anecdote means ഷോർട്ട് സ്റ്റോറി. ഈ കൊച്ചു കഥ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഹൂ അമംഗ് ദ 2 characters ഡു യു തിങ്ക് ഇസ് സ്മാർട്ട്? വൈ? അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആരാണ് ഇതിൽ സ്മാർട്ട് വർക്ക് ചെയ്ത വ്യക്തി? ആരാണ് സ്മാർട്ട്? എന്തുകൊണ്ടാണ്? വാട്ട് മോറൽ ഡസ് ദി anecdote കൺവേ? അപ്പോൾ ഈ അനക്ഡോട്ട് വഴി നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണ്? എങ്ങനെ? 3 ക്വസ്റ്റ്യൻസ് ആർ ബീയിങ് ഗിവൻ ഹിയർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൂട്ടുകാർക്കറിയാം. What is this anecdote about? Anecdote is about the difference between hard work and smart work. Second question's answer is this: the second person is smart. As we know, the second person is smart. When the first man was cutting, the second man was sharpening his axe, which made his work easy and fast. അപ്പോൾ ആദ്യത്തെ ആൾ വിറക് വെട്ടുന്ന സമയത്ത് രണ്ടാമത്തെ ആൾ ഇടയ്ക്കിടയ്ക്ക് ആളുടെ ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ട് തൻ്റെ വർക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ പാകത്തിന് ആളുടെ ആയുധത്തെ മൂർച്ച കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് പേഴ്സൺ സ്മാർട്ടായിട്ട് നമുക്ക് മനസ്സിലായത്. സെക്കൻഡ് പേഴ്സണാണ് സ്മാർട്ട് വർക്ക് ചെയ്തത്, അദ്ദേഹം തന്നെയാണ് വിന്നർ. തേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ഇസ് ദിസ്: ടു അറ്റൈൻ സക്സസ് വി നീഡ് ടു ഡു സ്മാർട്ട് വർക്ക്. പ്രാക്ടിക്കൽ നോളജ് ആൻഡ് ഇൻ്റലിജൻസ് ക്യാൻ ചേഞ്ച് ഹാർഡ് വർക്ക് ഇൻ ടു സ്മാർട്ട് വർക്ക്. അപ്പോൾ എന്ത് മെസ്സേജാണ് ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാനായിട്ട്, ഏതവസരത്തിൽ വിജയിക്കാനായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ നോളജും ഇൻ്റലിജൻസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്കാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്നാണ് ഈ കഥ വഴി നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്. We can start the first chapter of this unit, Seeds and Deeds. The Light on the Hills is the first chapter. അപ്പോൾ കുന്നിൻ മുകളിലെ വെളിച്ചം എന്ന പേരിൽ പാഠഭാഗം ആരംഭിക്കുകയാണ്. ലൂസി ക്ലിഫോർഡാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കിക്കളയാം എന്താണ് ഇതിൽ പറയുന്നത് എന്ന്. I want to work at my picture, he said, and went into the field. The little sister went too and stood by him watching while he painted. അപ്പോൾ ആൺകുട്ടി പറയാണ്, എനിക്ക് ചിത്രം വരച്ച് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വയലിലേക്ക് പോയി. കൂടെ പിന്നാലെ കുഞ്ഞു പെങ്ങളും കൂടെ പോയി കാണും കേട്ടോ. അവൻ പെയിൻറ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ദ ട്രീസ് ആർ നോട്ട് ക്വൈറ്റ് സ്ട്രെയിറ്റ്, ഷീ സെഡ്. അപ്പോൾ കുട്ടി ഈ പടം വരയ്ക്കുന്നത് കണ്ടിട്ട് പെങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്രയും സ്ട്രെയിറ്റ് ഒന്നല്ല, മരങ്ങളൊക്കെ ഇതേപോലെ നേരെ ഒന്നല്ല നിൽക്കണേ. ആൻഡ് ഓ ഡിയർ ബ്രദർ, ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. ആകാശത്തിൻ്റെ നിറം കൊടുത്തത് പോരാ സഹോദര, ആകാശത്തിന് നിറം കൊടുത്തത് പോരാ ചേട്ടാ എന്ന് പറയണം. ഇറ്റ് വിൽ ഓൾ കം റൈറ്റ് സൂൺ, ഹി ആൻസർഡ്. അപ്പോൾ ആൾ ഇത്തിരി ഇറിറ്റേറ്റഡ് ആയ പോലെ ആങ്ങള മറുപടി പറയുകയാണ്. ബ്രദർ പറയാണ്, അത് കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും. ആൻഡ് ഓ ഡിയർ ബ്രദർ, വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? അങ്ങനെ ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ഗുണം എന്ന് ആൾ ചോദിക്കുകയാണ്. ഓ യെസ്, ഷീ സെഡ്, വണ്ടറിങ് ദാറ്റ് ഹീ ഷുഡ് ഈവൻ ആസ്ക്. അപ്പോൾ ഓ അതോ എന്ന് പറഞ്ഞിട്ട് കക്ഷി ആൻസർ പറയാണ്. കുഞ്ഞു പെങ്ങൾ മറുപടി പറയാണ്, ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മരം ഭയങ്കര സ്ട്രെയിറ്റ് അല്ല, അപ്പോൾ സ്ട്രെയിറ്റ് അല്ലാത്ത രീതിയിൽ ശരിക്കും ഒറിജിനൽ പോലെ വരച്ച് കഴിഞ്ഞാൽ ആകാശത്തിന് നീല നിറം കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവും. ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വർ ഇൻ ദ ഫീൽഡ്. അവർക്ക് ഒരു വയലിൽ ചെന്ന പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവും, അവർക്ക് തോന്നും. ഒരു ശരിക്കും ഒറിജിനൽ ചിത്രമാണ്, ചിത്രമല്ല അത് ഒറിജിനലായിട്ടുള്ള സീനായിട്ട് അവർക്ക് തോന്നും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയണേ എന്നാണ് കുട്ടി മറുപടി പറയുന്നത്. ആര്? പെങ്ങൾ സഹോദരനോട് മറുപടി പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. അപ്പം ഞാൻ നന്നായി ചെയ്തില്ലെങ്കിൽ അവർക്ക് സങ്കടമാവോ?
ഒരു കുസൃതി ചോദ്യം സഹോദരൻ ചോദിക്കുകയാണ്. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, ഷീ ആൻസർഡ്. അപ്പോൾ ഈ കൊച്ചു പെങ്ങൾ പറയുന്ന കൊച്ചനുജത്തി പറയുന്ന മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ നല്ല ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ അധ്വാനിച്ച നമ്മുടെ ഹാർഡ് വർക്ക്, അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ഹാർഡ് വർക്ക് മറ്റുള്ളവർ തിരിച്ചറിയും. ആൻഡ് ഫോർ ദിസ് റീസൺ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ വർക്ക് ഇഷ്ടമാവും. നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്തിട്ട് ഉണ്ടാക്കിയ വർക്കാണ്, ചെയ്ത വർക്കാണ് എന്ന് അവരറിയുമ്പോൾ അവർക്ക് സന്തോഷമാവും, അവർക്ക് ഇഷ്ടമാവും നമ്മുടെ വർക്ക്. ലുക്കപ്പ് ഷീ സെഡ് സഡൻലി. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടി പെട്ടെന്ന് പറഞ്ഞു, നോക്കൂ, ലുക്കപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്. അതാ കുന്നിമുകളിലെ വെളിച്ചം നോക്കൂ. ആൻഡ് ദേ സ്റ്റുഡ് ടുഗെദർ ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈങ് ടു പെയിൻറ്റ്. രണ്ടുപേരും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കെ രണ്ടുപേരും ഒരുമിച്ച് ആ വെളിച്ചത്തിലേക്ക് നോക്കി. അറ്റ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ്. എന്തൊക്കെയാണ് അവൻ പെയിൻറ്റ് ചെയ്തത്? മരങ്ങളെ, വയലിനെ, അതുപോലെ തന്നെ ഡീപ്പ് ഷാഡോസ് ആൻഡ് ദ ഹിൽസ് ബിയോണ്ട്, നിഴലുകളെ, അതിനപ്പുറമുള്ള കുന്നിനെ, ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റഡ് അപ്പോൺ ദം, അവയ്ക്ക് മുകളിലുള്ള വെളിച്ചത്തെയൊക്കെ പെയിൻറ്റ് ചെയ്തു അല്ലേ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അവർ ആ വെളിച്ചത്തേക്ക് നോക്കി നിന്നു. ദ സൺലൈറ്റ് വാസ് ഗ്ലിമറിങ്, സൂര്യപ്രകാശം മങ്ങിയിരുന്നു. ദ ലീവ്സ് വേർ റസ്ലിംഗ്, ഇലകൾ ചെറിയ മർമറിങ് സൗണ്ട്, ഇലകൾ തമ്മിലുള്ള മർമ്മരം ഉണ്ടായിക്കൊണ്ടിരുന്നു, ഇലകളുടെ മർമ്മരം കേട്ടു തുടങ്ങി. ദേ കുഡ് ഹിയർ എ സ്ട്രീം റിപ്ലിംഗ് സംവെയർ, അങ്ങ് ദൂരെ എവിടെയോ ഒഴുകുന്ന ഒരു അരുവി, ആ അരുവിയുടെ ശബ്ദം കൂടി അവർക്ക് കേട്ടു തുടങ്ങി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ഗേൾ സെഡ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, എന്ത് രസകരമായിട്ടുള്ള ലോകമാണിത്. ശരിക്കും ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. ശരിയാണ്, ഇത് നല്ല സുന്ദരമായ ലോകമാണ്. ദ ബോയ് എക്കോയിഡ് സാഡ്ലി. ആ കുട്ടി ഇങ്ങനെ ഒരു ദുഃഖം നിറഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു. ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റിപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി. ഈ ലോകത്തെ മോശമായി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റായി പോകും എന്ന് ആ ആൺകുട്ടി തിരിച്ചറിഞ്ഞ പോലെ അവൻ പറയുകയാണ്. ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ, ആസ്ക് ദ ലിറ്റിൽ സിസ്റ്റർ. അപ്പോൾ ഒരു കൗണ്ടർ അടി. അപ്പോൾ ആ കുഞ്ഞു പെങ്ങളൊരു കൗണ്ടർ ചോദിക്കുകയാണ്, അല്ല നീ എപ്പോഴും, ചേട്ടനെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്? ഐ ഗെറ്റ് സോ ടയേർഡ് ഹീ സെഡ്. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, എനിക്കാകെ ബോറടിക്കണം, വാ പോവാം. ആൻഡ് ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്, വേം പോവാം. വാട്ട് ഡു യു ഡു വെൻ യു വാണ്ട് ടു ഡു യുവർ ബെസ്റ്റ്, യുവർ വെരി വെരി ബെസ്റ്റ്, ഹി ആസ്ക്ഡ് സഡൻലി. അപ്പോൾ അവൾ ചോദിച്ച ചോദ്യത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവൻ്റെ വായിൽ മറ്റൊരു ക്വസ്റ്റ്യനാണ് വന്നത്. നല്ലൊരു കാര്യം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പെട്ടെന്ന് അവൻ ഒരു ചോദ്യം ചോദിച്ചു. I think if I want to do my very very best, then I will do it for the people I love, she answered. അപ്പോൾ ഈ പെൺകുട്ടി പറയണം, ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഏറ്റവും നല്ല കാര്യമായി മാറും. ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ് ഇഫ് യു തിങ്ക് ഓഫ് ദം. അവരെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടല്ലേ അവർക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടത് ചെയ്യും. യു ക്യാൻ ബിയർ പെയിൻ, നമുക്ക് അവർക്ക് വേണ്ടി വേദന സഹിക്കാൻ പറ്റും. ആൻഡ് വാക്ക് ഫാർ, ദൂരം യാത്ര ചെയ്യാൻ സാധിക്കും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ അവരെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട്. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സൂൺ, പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കുകയുമില്ല എന്ന മറുപടിയാണ് കുഞ്ഞു പെങ്ങൾ നൽകുന്നത്. ഹി തോട്ട് ഫോർ എ മൊമെൻറ്റ്, അവനൊരു നിമിഷം ആലോചിച്ചു. ദെൻ ഐ ഷാൽ പെയിൻറ്റ് മൈ പിക്ചർ ഫോർ യു, എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചിത്രം വരയ്ക്കാം. ഹി സെഡ്. ഐ ഷാൽ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ ആം ഡൂയിങ് ഇറ്റ്. ഞാൻ അത് ചെയ്യുമ്പോഴൊക്കെ നിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ നന്നായി ഞാൻ ചെയ്യും. വൺസ് മോർ ദേ ലുക്ക്ഡ് അറ്റ് ദ ഹിൽസ് ദാറ്റ് സീം ടു റൈസ് അപ്പ് ഔട്ട് ഓഫ് ദ ഡീപ്പ് ഷാഡോ ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗെദർ ദേ വെൻറ്റ് ഹോം. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ആ കുട്ടി പറയണമെങ്കിൽ, അവൻ അങ്ങനെ ഒരു ആൻസർ പറയണമെങ്കിൽ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൻ്റെ കുഞ്ഞു പെങ്ങളെ. അങ്ങനെ ഒരിക്കൽ കൂടി അവർ ആ ആകാശത്തേക്കും ആ കുന്നിൻ മുകളിലേക്കൊക്കെ നോക്കിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. സൂൺ ആഫ്റ്റർവേർഡ്സ് എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി. ഉടനെ തന്നെ അവരുടെ കുടുംബത്തിൽ വലിയൊരു ദുരന്തമുണ്ടായി എന്നാണ് പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ കൂട്ടുകാരെ. വൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ്. ഒരു ദിവസം രാത്രി
കുടുംബത്തിലെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ കൊച്ചു പെൺകുട്ടി ഉറക്കത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ് ആ ദുരന്തം. The mother explained to the brother, "Son, your little sister wandered into another world and journeyed on so far that she lost the clue to earth and could not be back anymore." അമ്മ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്, മോനെ, മോൻ്റെ പെങ്ങള് ഈ ലോകത്ത് നിന്നും വിട ചൊല്ലി അങ്ങ് ദൂരെ. ഇനി ഈ ഭൂമിയുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി ഒരിക്കലും അവൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് അവൾ പോയിരിക്കുകയാണ് എന്ന് അമ്മ പറയാണ്. The boy, who was grieving for his little sister, painted many pictures before he could gather the courage to see the same field that he saw with his sister once again. അപ്പോൾ ഈ ആൺകുട്ടിക്ക് ആ ദുഃഖം സഹിക്കാൻ സാധിച്ചില്ല. അവൻ ദുഃഖത്തെ മറികടക്കാൻ വേണ്ടി ഒരുപാട് ചിത്രങ്ങൾ വരച്ചു. അവൻ ആ പെങ്ങളുകുട്ടി ഇല്ലാണ്ട് ആ വയലിലേക്ക് പോകാൻ തന്നെ ഇഷ്ടമില്ല. ആ വയലിലേക്ക് പോകാനുള്ള ധൈര്യം സംഭരിക്കുന്നത് വരെ അവൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു കൂട്ടി. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ആസ് ഹീ സാറ്റ് ആൻഡ് വർക്ക്ഡ്, എ സ്ട്രേഞ്ച് പവർ കെയിം ടു ഹിം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, ഒരുപാട് ചിത്രങ്ങൾ വരച്ചതിന് ശേഷം മാത്രമാണ് അവന് കുറച്ച് ധൈര്യം സംഭരിക്കാനായിട്ട് സാധിച്ചത്. The strong feeling was like an answer to the longing in his heart since his little sister died. അവൻ്റെ കൊച്ചു പെങ്ങൾ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നത്. This emotion seemed to answer the desire in his heart to put into the world something which should make the meanest, humblest citizen a little happier or better. അപ്പോൾ ഈ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ അപ്പോൾ ഇവിടെ കൂട്ടുകാരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായി അവൻ്റെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് അവൻ തേടിക്കൊണ്ടിരുന്നത്. ആ ഉത്തരം തന്നെയാണ് അവന് ലഭിച്ചിരിക്കുന്നത്. അവന് ഈ ലോകത്തെ ഏറ്റവും എളിയവനായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. At last, when he knew that his eye was true and his touch was sure, he took up the picture he had promised to paint for the dear sister and worked at it until he was finished. അവസാനം അവൻ്റെ കണ്ണുകൾ ഉറച്ചപ്പോൾ, അല്ലെങ്കിൽ കൈകൾ ഉറച്ചപ്പോൾ, അതായത് അവന് വരയ്ക്കാനായിട്ട്, കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് സാധിച്ചു തുടങ്ങിയപ്പോൾ, അവൻ തൻ്റെ പെങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ചിത്രം വരച്ച് പൂർത്തിയാക്കി എന്നാണ്. നിങ്ങൾക്കറിയാം, മരിക്കുന്നതിന് മുമ്പ് അവർ ആ വയലിൽ വെച്ച് ചിത്രം വരയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പെൺകുട്ടി പറയുമ്പോൾ, എങ്കിൽ ഞാൻ നിൻ്റെ ചിത്രം വരയ്ക്കാം, നിനക്ക് വേണ്ടി ഞാൻ വരയ്ക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ചിത്രം അവൻ പൂർത്തിയാക്കുകയാണ്. ദിസ് ഈസ് ബെറ്റർ ദാൻ ഓൾ ഹി ഹാസ് ഡൺ ബിഫോർ. ഇതുവരെ അവൻ വരച്ച എല്ലാ ചിത്രങ്ങളെക്കാൾ ഏറ്റവും മികച്ചതായിരുന്നു ആ ചിത്രം. ദ ഓഡിയൻസ് സെഡ്, എല്ലാവരും പറഞ്ഞു, ഇറ്റ് ഈസ് ഷുവർലി ബ്യൂട്ടിഫുൾ, കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്, കാരണം ഇതിൽ നോക്കുന്ന ആരായാലും അവർ സന്തുഷ്ടരായി തീരും എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഓഡിയൻസ് കണ്ടെത്തിയത്. ആൻഡ് യെറ്റ് മൈ ഹാർട്ട് ഏക്ഡ് ആസ് ഐ ഡിഡ് ഇറ്റ്. ഞാനത് വരച്ചപ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങി. ദ ആർട്ടിസ്റ്റ് സെഡ്, അവൻ പറഞ്ഞു, ആസ് ഹീ വെൻറ്റ് ബാക്ക് ടു ദ ഫീൽഡ്. ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദ ടൈം. ഞാൻ ആ വയലിൽ പോയി ഞാൻ എപ്പോഴും അവളെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആ വർക്ക് ചെയ്ത്, ഐ വർക്ക്ഡ്. ഇറ്റ് വാസ് ദ സോറോ ദാറ്റ് ഗേവ് മീ ദ പവർ. അപ്പോൾ അവളെക്കുറിച്ചുള്ള ദുഃഖമാണ്, അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് ഉണ്ടായ ദുഃഖമാണ് അവനെ ആ ചിത്രം വരയ്ക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. It seemed as if a soft voice of his long dead sister that spoke only to his heart answered back. അപ്പോൾ അവന് തോന്നുകയാണ്, അവൻ്റെ കൊച്ചു പെങ്ങൾ മറുപടി പറയും പോലെ, നോട്ട് സോറോ ബട്ട് ലവ്, ആൻഡ് പെർഫെക്റ്റ് ലവ് ഹാസ് ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്, ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ അതർ തിങ്സ്, ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്. അപ്പോൾ ഈ കുട്ടി മറുപടി പറയും പോലെ അവന് തോന്നുകയാണ്, ദുഃഖമല്ല ചേട്ടാ, സ്നേഹമാണ്, എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ചേട്ടന് ഇത്രയും മനോഹരമായിട്ട് ചിത്രം വരയ്ക്കാനായിട്ട് സാധിച്ചത് എന്ന് കുട്ടി പറയുകയാണ്. എല്ലാ കാര്യങ്ങളും ആ പവിത്രമായ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്, ആത്മാർത്ഥ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് കുട്ടി മറുപടി പറയുന്നത്. അങ്ങനെയുള്ള ഒരു മറുപടിയാണ് അവൻ കേട്ടതുപോലെ അവന് തോന്നുന്നത്. ഹൗ ഡസ് വൺ ഫൈൻഡ് ഹാപ്പിനെസ്? എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുക? ഇൻട്രപ്റ്റഡ് ദ ബോയ്.
കുട്ടി ചോദിക്കും പോലെ തോന്നാണ്. കുട്ടി ചോദിക്കുകയാണ്, ഫൈൻഡിങ് ഹാപ്പിനെസ് ഈസ് എ സ്ട്രേഞ്ച് കേസ്. അപ്പോൾ ഉത്തരം ഇതുപോലെയാണ് ഈ കുട്ടി കേൾക്കുന്നത്. ഇവൻ കേൾക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്, സന്തോഷം കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സ്നേഹത്തിൽ നിന്ന് വന്നതാണ്, ദുഃഖത്തിൽ നിന്ന് വന്നതല്ല ചേട്ടാ. ഈ ചിത്രം ഇത്ര മനോഹരമാവാൻ കാരണം സ്നേഹത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ്. എന്താണ്, സന്തോഷം കിട്ടുന്നില്ല എങ്കിലും എന്നോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ ചിത്രം പിറന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞനുജത്തി തന്നെ മറുപടി പറയും പോലെ ഇവന് തോന്നുകയാണ്, ഫൈൻഡിങ് ഹാപ്പിനെസ് ഈസ് എ സ്ട്രേഞ്ച് കേസ്. സന്തോഷം കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദ ആൻസർ സീം ടു ബി, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഇറ്റ് ഫോർ വൺസ് ഓൺ സെൽഫ് ദെൻ വൺ മസ്റ്റ് സീക്ക് ഇറ്റ് ഫോർ അതേഴ്സ്. ഇവിടെ പറയുന്നത് സന്തോഷം അത്ര എളുപ്പമുള്ള കാര്യമില്ല, കണ്ടെത്താനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമില്ല. സന്തോഷം വേണമെന്നുണ്ട്, സന്തോഷം കണ്ടെത്തണമെന്നുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് തരണം. അവനവന് വേണ്ടിയിട്ട് സന്തോഷത്തെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ബട്ട് ഹാപ്പിനെസ് ഇസ് സോ ഡിഫിക്കൽട്ട് ടു സീ, സോ ടു ഫൈൻഡ്. പക്ഷേ സന്തോഷത്തെ അത്ര എളുപ്പത്തിൽ കണ്ടെത്താനോ കണ്ടുപിടിക്കാനോ തേടിപ്പിടിക്കാനോ സാധിക്കില്ലല്ലോ. പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു ലീവ് വിത്തൗട്ട് ഹാപ്പിനെസ്. യഥാർത്ഥ സ്നേഹം ഒരുപക്ഷെ മനുഷ്യനെ സന്തോഷമില്ലാണ്ടൊക്കെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചേക്കാം. ഹിസ് ഓൺ ഹാർട്ട് ആൻസർ ടു ഹിംസെൽഫ്. അവൻ്റെ ഹൃദയം തന്നെ അവനോട് മന്ത്രിക്കും പോലെ അവന് തോന്നാണ്. ആൻഡ് അബവ് ഓൾ തിങ്സ് ഇറ്റ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. അതിനേക്കാൾ ഉപരി യഥാർത്ഥ സ്നേഹം നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കും, കാത്തിരിക്കാനായിട്ട് പ്രേരിപ്പിക്കും, അല്ലേ? ബട്ട് ഇഫ് ഇറ്റ് ഗീവ്സ് വൺ ഹാപ്പിനെസ് ടു, പക്ഷേ ഈ യഥാർത്ഥ സ്നേഹം ഒരു വ്യക്തിക്ക് സന്തോഷം കൂടെ നൽകുമെങ്കിലോ? ഇവിടെ സന്തോഷം ലഭിക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹം, അതിൽ നിന്നുള്ളവാകുന്ന സന്തോഷം, അത് മറ്റുള്ളവർക്കും വേണ്ടിയുള്ള സന്തോഷമാകുമ്പോൾ അതിനെ എന്ത് വിളിക്കും? ഹി ആസ്ക്ഡ് ഈഗേർലി. ബട്ട് ഇഫ് ഇറ്റ് ഗീവ്സ് വൺ ഹാപ്പിനെസ് ടു, ഹി ആസ്ക്ഡ് ഈഗേർലി. അപ്പോൾ ഇത് സന്തോഷം കൂടി നൽകുമെങ്കിലോ? ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ. എങ്കിൽ അതിനെ സ്വർഗം എന്ന് വിളിക്കും. ഹെവൻ, സ്വർഗം എന്ന് വിളിക്കും എന്ന് പറയുന്നിടത്താണ് ക്ലിഫോർഡ് ഈ സ്റ്റോറി സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇവിടെ പറയുന്നത്, പെർഫെക്റ്റ് ലവിന് എല്ലാത്തരം ക്വാളിറ്റീസും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ സന്തോഷം നൽകാനായിട്ട് പെർഫെക്റ്റ് ലവിന് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ സന്തോഷം നൽകണമെങ്കിൽ ആ സന്തോഷം മറ്റുള്ളവർക്കും കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ തേടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ലവ് പ്ലസ് ഹാപ്പിനെസ് ആണെങ്കിൽ അത് സ്വർഗമാണ് എന്നാണ്. കൂട്ടുകാരെ, പാഠഭാഗം കണ്ടല്ലോ, എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കുമല്ലോ. താങ്ക്